അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈസ്താ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈസ്താ. 100ാമത്തെ ദശകം. ഗുരുവായൂരപ്പന്റെ കേശാദിപാദ വർണ്ണന. ഒന്നാമത്തെ ശ്ലോകം വിസ്തരിക്കുമ്പോൾ അഗ്രേ നിബിഡതരകളായാവലീലോഭനീയം തേജ പശ്യാമി. അഗ്രേ നിബിഡതരകളായാവലീലോഭനീയം തേജ പശ്യാമി. ശ്ലോകത്തിൽ പറയുന്നു, എൻ്റെ മുമ്പിൽ ഞാൻ ഇടതിങ്ങി നിൽക്കുന്ന നീല നിറത്തിൽ ശോഭിക്കുന്ന കായാമ്പൂക്കളുടെ കൂട്ടം. അതുപോലെ ഉള്ള ഒരു അതിമനോഹരമായ തേജസ്സിന്റെ ഒരു സമൂഹത്തെ ഞാൻ കാണുന്നു. അഗ്രേ നിബിഡതരകളായാവലീലോഭനീയം തേജ പശ്യാമി എന്ന് പറയുമ്പോൾ, ഗുരുവായൂരപ്പ, ഞാൻ എൻ്റെ മുമ്പിൽ ഇടതിങ്ങി നിൽക്കുന്ന നീല നിറത്തിൽ ശോഭിക്കുന്ന കായാമ്പൂക്കളുടെ കൂട്ടം, അതുപോലെ അതിമനോഹരമായിരിക്കുന്ന ഒരു തേജസ്സിനെ കാണുന്നു. നിബിഡതരകളായാവലി എന്നൊക്കെ പറയുമ്പോൾ കായാമ്പൂക്കൾ, കളായാവലി പറയുമ്പോൾ കായാമ്പൂക്കൾ, അതുപോലെ നീല നിറത്തിൽ ശോഭിക്കുന്ന അതിമനോഹരമായ ഒരു തേജസ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു. അഹം പീയൂഷപ്ലാവിത എന്ന് പറയുന്നു. ഞാൻ അമൃതിൽ മുങ്ങിയവനെ പോലെ ആയി കണ്ണ. അഹം പീയൂഷപ്ലാവിത എന്ന് പറയുമ്പോൾ ഞാൻ അമൃതിൽ കുളിച്ചവനെ പോലെ ആയി. അതായത് അമൃത് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനെ പോലെ ആയി എന്ന് പറയാം. അതാണ് അഹം പീയൂഷപ്ലാവിത, ഞാൻ അമൃതിൽ മുങ്ങിയവനെ പോലെ ആയി.
അതായത് അമൃത് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനെ പോലെ ആയി. പിന്നെ തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. അതിനുശേഷം ആ ദിവ്യ തേജസ്സിന്റെ നടുവിൽ ദിവ്യമായിരിക്കുന്ന ഒരു ബാലരൂപം കാണുന്നു. തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. അതിനുശേഷം തദുദരേ എന്ന് പറയുമ്പോൾ ആ ദിവ്യ തേജസ്സിന്റെ നടുവിൽ ദിവ്യ കൈശോരവേഷം, ദിവ്യമായിരിക്കുന്ന ഒരു ബാലരൂപം കാണുന്നു. തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. അതിനുശേഷം ആ ദിവ്യ തേജസ്സിന്റെ നടുവിൽ ദിവ്യമായിരിക്കുന്ന ഒരു ബാലരൂപം കാണുന്നു. ആ ബാലരൂപം എങ്ങനെയാണ്? താരുണ്യ ആരംഭരമ്യം പറയണം. താരുണ്യാരംഭരമ്യം എന്ന് പറയുമ്പോൾ യൗവനത്തിന്റെ ആരംഭം കൊണ്ട് അതിമനോഹരം. താരുണ്യാരംഭരമ്യം എന്ന് പറയുമ്പോൾ യൗവനത്തിന്റെ ആരംഭം കൊണ്ട് അതിമനോഹരം. അതായത് ഒരു 16 വയസ്സ് എന്ന് പറയാം. ആ ചെറിയ കുട്ടി എന്നുള്ള ആ ഭാവം വിടും ചെയ്തു. എന്നാൽ പൂർണ്ണമായ യൗവനത്തിൽ എത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു പ്രായം. ആ പ്രായത്തിലുള്ള ബാലരൂപമാണ് ഞാൻ കാണുന്നത്. ശ്ലോകത്തിൽ പറയണു താരുണ്യ ആരംഭരമ്യം. യൗവനത്തിന്റെ ആരംഭം കൊണ്ട് അതിമനോഹരം. പിന്നെ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി. പറയുമ്പോ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി എന്ന് പറയുമ്പോ ബ്രഹ്മാനന്ദ രസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദ്യൈഹി ഉണ്ട്. ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് പരമാനന്ദ സുഖം എന്നൊക്കെ പറയുമ്പോ ബ്രഹ്മാനന്ദ രസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ നാരദാദ്യൈഹി എന്ന് പറയുമ്പോൾ നാരദ മഹർഷി മുതലായ മുനിമാരാലും. ഇപ്പൊ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദ്യൈഹി എന്ന് പറയുമ്പോ ബ്രഹ്മാനന്ദ രസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ നാരദ മഹർഷി മുതലായ മുനിമാരാലും. പിന്നെ വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം. വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം. നാരദ മഹർഷി മുതലായ മഹർഷിമാരാലും പിന്നെ ശോഭിക്കുന്നവരായ ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ കൂട്ടത്താലും. ആവീതം എന്ന് പറയുമ്പോൾ ചുറ്റപ്പെട്ടതായും ഇരിക്കുന്നു. അപ്പോ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദ്യൈഹി വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം എന്ന് പറയുമ്പോൾ
ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ നാരദ മഹർഷി മുതലായ മഹർഷിമാരാലും ശോഭിക്കുന്നവരായ ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാരുടെ കൂട്ടത്താലും ചുറ്റപ്പെട്ടതായും ഇരിക്കുന്നു. ഗുരുവായൂരപ്പ. അപ്പോ പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദ്യൈഹി വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം. ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് സാക്ഷാൽ ബ്രഹ്മത്തെയാണ് ചുറ്റി നിൽക്കുന്നത് നാരദ മഹർഷി, ഉപനിഷത്ത് സുന്ദരിമാർ തുടങ്ങിയവർ. അപ്പോ അതാണ് പറഞ്ഞ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി എന്നൊക്കെ. ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ ആണ് നാരദ മഹർഷി മുതലായ മഹർഷിമാരാലും വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം ശോഭിക്കുന്നവരായ ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ കൂട്ടത്താലും ചുറ്റപ്പെട്ടതായും ഇരിക്കുന്നു. ഗുരുവായൂരപ്പ. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോ അഗ്രേ നിബിഡതര കളായാവലീ ലോഭനീയം തേജ പശ്യാമി. എൻ്റെ മുമ്പിൽ ഞാൻ ഇടതിങ്ങി നിൽക്കുന്ന നീല നിറത്തിൽ ശോഭിക്കുന്ന കായാമ്പൂക്കളുടെ കൂട്ടം പോലെ അതിമനോഹരമായ ഒരു തേജസ് ഞാൻ കാണുന്നു. പിന്നെ തദുദരേ ദിവ്യ കൈശോരവേഷം. അതിനു മുമ്പ് പറഞ്ഞു അഹം പീയൂഷാപ്ലാവിത എന്നാണ്. ഗുരുവായൂരപ്പ, ഞാൻ അമൃതിൽ മുങ്ങിയവനെ പോലെ ആയി. അതായത് ഞാൻ അമൃത് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനെ പോലെ ആയി. തദുദരേ ദിവ്യ കൈശോരവേഷം. അതിനുശേഷം ആ ദിവ്യ തേജസ്സിന്റെ നടുവിൽ ദിവ്യമായിരിക്കുന്ന ഒരു ബാലരൂപം കാണുന്നു. ആ ബാലരൂപം എങ്ങനെയാണ്? താരുണ്യാരംഭരമ്യം, യൗവനത്തിന്റെ ആരംഭം കൊണ്ട് അതിമനോഹരം. പിന്നെയോ പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദ്യൈഹി വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം. ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് സാക്ഷാൽ ബ്രഹ്മത്തെയാണ് ചുറ്റി നിൽക്കുന്നത്. അപ്പോ ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് അവയവങ്ങളിൽ രോമാഞ്ചം നിറഞ്ഞിരിക്കുന്നവരായ നാരദ മഹർഷി മുതലായ മഹർഷിമാരാലും ഉപനിഷത് സുന്ദരീ മണ്ഡലൈഹി ച ആവീതം എന്ന് പറയുമ്പോ ശോഭിക്കുന്നവരായ ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാരുടെ കൂട്ടത്താലും ചുറ്റപ്പെട്ടതായും ഇരിക്കുന്നു. അപ്പോ എൻ്റെ മുമ്പിൽ ഞാൻ കായാമ്പൂക്കളുടെ നീല നിറത്തിലുള്ള കൂട്ടം പോലെ അതിമനോഹരമായിരിക്കുന്ന ഒരു തേജസ്സിനെ ഞാൻ കാണുന്നു. ഗുരുവായൂരപ്പ, അപ്പോൾ ഞാൻ അമൃതിൽ മുങ്ങിയവനെ പോലെയായി. അതായത് അമൃത് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനെ പോലെയായി. സൂക്ഷിച്ചു നോക്കി ഞാൻ. അപ്പോ നീല തേജസ്സിന്റെ നടുവിൽ, ആ അതിമനോഹരമായ നീല തേജസ്സിന്റെ നടുവിൽ അതിമനോഹരമായ ഒരു ബാലരൂപം. കുട്ടിത്തരം അങ്ങോട്ട് വിട്ടു, എന്നാൽ യൗവനത്തിൽ എത്തിയിട്ടുമില്ല.
പക്ഷേ യൗവനത്തിൻ്റെ ആരംഭമാണു താനും. അതുകൊണ്ട് അതിമനോഹരമായ ഒരു ബാലരൂപം. ആ മനോഹര ബാലരൂപത്തിൻ്റെ ചുറ്റും നാരദാദി മഹർഷിമാരും ഉപനിഷത് സുന്ദരിമാരും ബ്രഹ്മാനന്ദം അനുഭവിച്ച് ശരീരം മുഴുവൻ രോമാഞ്ചം നിറഞ്ഞവരായി സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ കണ്ണാ. ശോഭിക്കുന്ന ഉപനിഷത് സുന്ദരിമാർ ആ ബാലരൂപത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ കണ്ണാ. അതായത് അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപസ്ത്രീകളെയും അങ്ങയുടെ ചുറ്റും കാണുന്നുണ്ടല്ലോ. ഉപനിഷത് സുന്ദരിമാർ എന്ന് പറയുമ്പോൾ ഗോപസ്ത്രീകളായിരിക്കാം. അതാണ് ഗുരുവായൂരപ്പ, അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപസ്ത്രീകളെയും അങ്ങയുടെ ചുറ്റും കാണുന്നുണ്ടല്ലോ.